ഈ സീസൺ തുടങ്ങിയത് മുതൽ നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്കറിയാം നെവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നെവിൻ ഇന്ന് കാണിച്ച പൊട്ടത്തരം കണ്ടിട്ട് അയ്യോ നെവിനെ പോകല്ലേ എന്ന് പറയാനോ അല്ലെങ്കിൽ അത് ഭയങ്കര മാസമായിട്ട് കാണാനോ തോന്നുന്നുമില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം ഇത് നെവിന്റെ കേസ് അല്ല. തമ്പാനൂര് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിന്ന നെവിൻ എറണാകുളത്ത് പോകുന്ന ബസ്സിൽ ചാടിക്കേറേണ്ട ഒരു കാര്യവുമില്ല. ഇന്നിപ്പോൾ അതാണ് സംഭവിച്ചത്. ഈ വള്ളി നെവിന് കയറാനുള്ള വള്ളി ആയിരുന്നില്ല. ഇത് നെവിൻ വലിഞ്ഞു കയറി പിടിച്ച് അതിൽ കയറി തൂങ്ങിയതാണ്. ഇവിടെ വിഷയം നടന്നത് നെവിനും അനുമോളും തമ്മിലല്ല. വിഷയം നടന്നത് ജിസേലും അനുമോളും തമ്മിലാണ്. അവിടെ കയറി അനാവശ്യമായിട്ട് ഇടപെട്ട് വേണ്ടാത്ത വലിയ വീരവാദം പറഞ്ഞ് അവസാനം ഗെയിം കളഞ്ഞു കുടിച്ച് ഇറങ്ങിപ്പോയ ഒരാളുടെ പ്രവൃത്തിയെ ഭയങ്കര ഒരു മാസമായിട്ട് കാണാനോ ആ വ്യക്തി ഒരു വലിയ നഷ്ടമാണെന്ന് തോന്നുകയോ എനിക്കിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു നെവിൻ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണെന്ന്. ഞാൻ അപ്പോഴും അറിഞ്ഞത് എന്താണ്, അനുമോളുമായിട്ട് ഫൈറ്റ് ഉണ്ടായി, ആദില നൂറയുമായിട്ട് ഫൈറ്റ് ഉണ്ടായി, അങ്ങനെയൊക്കെ പോയി എന്നാണ്. ഇത് ശുദ്ധ മണ്ടത്തരം കാണിച്ച് ലോക പൊട്ടത്തരം കാണിച്ച് ആർക്കോ വേണ്ടിയിട്ട് സ്വയം പോയി ഏറ്റുപിടിച്ചതാണ്. ഇതിനെ ഒന്നും ഒരു ഗെയിമായിട്ടോ വലിയ മാസമായിട്ടോ കാണാൻ കഴിയുന്നില്ല. മണ്ടത്തരം എന്ന് മാത്രമേ ഇനിയും അതിനെ പറയാൻ പറ്റുള്ളൂ. ഒരു സംശയവും അതിനകത്തില്ല. നെവിൻ ഈ ഒരു സീസണിലെ ഏറ്റവും മണ്ടൻ തീരുമാനമെടുത്തു. ബിഗ് ബോസ് നെവിന്റെ ആ ഒരു ഈഗോയെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ തുറന്നിടില്ല. നെവിൻ ഇത് ആദ്യമായിട്ടല്ല ഷോയിൽ പറയുന്നത്, പലതവണ. അത് ഈ ഷോയോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്. ബിഗ് ബോസ് ലൈവിൽ പറയുന്നുണ്ട്, അതായത് ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഷോയാണ്. ആ ഷോയോട് പുലർത്തേണ്ട കുറച്ച് റെസ്പെക്ട് അല്ലെങ്കിൽ മര്യാദകളൊക്കെ ഉണ്ട്. അത് ഓർത്ത് വേണം അവിടെ നിൽക്കാൻ. ബിഗ് ബോസിന് നെവിനെ ആവശ്യമില്ല. ബിഗ് ബോസിന് നെവിനെ പോലെ 100 പേരെ കിട്ടും. എന്നാൽ നെവിനാണ് ബിഗ് ബോസിന് ആവശ്യമുള്ളത്. ആ ഓർമ്മ നെവിന് വേണം. ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് തഗ്ഗും മാസ് ഡയലോഗൊക്കെ അടിക്കാൻ നിൽക്കുമ്പോൾ ആലോചിക്കണം ഈ പ്ലാറ്റ്ഫോം ആർക്കാണ് കൂടുതൽ ആവശ്യമെന്ന്. നെവിനെ പോലത്തെ 1000 പേരെ ബിഗ് ബോസ് വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റും. നെവിനേക്കാൾ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന 10,000 ആളുകൾ എന്തിനും തയ്യാറായിട്ട് ഈ ഷോയിൽ വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതിൽ നിന്ന് ബിഗ് ബോസ് നെവിനെ തെരഞ്ഞെടുത്തുവെങ്കിൽ അത് ശരിക്കും നെവിന്റെ ഭാഗ്യമാണ്. തനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ മനസ്സിലാക്കാതെ ഒരു കാര്യവും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ഇടപെട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ഷോയുടെ വാല്യൂവും പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കാതെ പെരുമാറിയത് നെവിനാണ്. ശരിക്കും നെവിൻ ഇതിനകത്ത് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ചെയ്യേണ്ടിയിരുന്നത്, ബിഗ് ബോസ് അത് അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്, സോറി ബിഗ് ബോസ്, എനിക്ക് ഈ പ്ലാറ്റ്ഫോം വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ പോകുന്നില്ല എന്നാണ് നെവിൻ അവിടെ പറയുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും ഡോർ തുറന്നിറങ്ങി പോകാൻ പറയില്ല. വാർണിംഗ് കൊടുത്ത് അവിടെ ഇരുത്തിയേനെ. ഇത് ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറയിൽ പോയി വെല്ലുവിളിച്ചു, അവൾ അല്ലെങ്കിൽ ഞാൻ. അതിനുള്ള റൈറ്റ് അവിടെ ആർക്കും ഇല്ല. മനസ്സിലായോ? അവിടെ നിന്ന് പോണം എന്ന് പറയുന്ന ഒരാളെ ബിഗ് ബോസ് വിടുകയുമില്ല. ഇവിടെ ആരെ എപ്പോൾ പോണം എപ്പോൾ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരും ബിഗ് ബോസുമാണ്. ഇവർക്ക് രണ്ടുപേർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. കണ്ടസ്റ്റന്റിന് മാത്രമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ രേണു സുധി പറയാണ് എനിക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് തോന്നിയാൽ വിടും, ഇല്ലെങ്കിൽ വിടില്ല. അതാണ് ഈ ഷോയുടെ പ്രത്യേകത. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എടുത്ത് പുറത്താക്കാം. അപ്പൊ അവിടെ പോലും ബിഗ് ബോസിന് വേണമെങ്കിൽ കളിക്കാൻ, നോ എവിക്ഷൻ വെച്ചിട്ട് ഒരു വീക്കിലൊക്കെ. അപ്പോൾ ഇതിന്റെ ഷോ എന്ന് പറയുന്ന കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് ആണ് അന്തിമമായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ഈഗോ ബിഗ് ബോസ് ഹേർട്ട് ചെയ്യും. ഓരോരുത്തരുടെയും ഗെയിംസിന്റെ മുമ്പിൽ ഒരുപാട് ചലഞ്ചസ് കൊണ്ടിടും. അതിനൊക്കെ അതിജീവിച്ച് പോകുന്നവർക്കേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ നെവിന് സംഭവിച്ചത് നെവിന്റെ ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. താൻ എന്തോ വലിയ സംഭവമാണ്, താൻ ഇല്ലെങ്കിൽ ഷോ ഇല്ല, അല്ലെങ്കിൽ താൻ ഇല്ലെങ്കിൽ ഈ സീസൺ ഇല്ലെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം. അത് നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അതിൽ കയറി പിടിച്ചത്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് അത് ഇഗ്നോർ ചെയ്ത് വിട്ടനെ. നെവിനെ ബിഗ് ബോസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കണം നേരത്തെ തന്നെ. നെവിൻ്റെ ഞാൻ ക്വിറ്റ് ചെയ്യാൻ റെഡിയാണ്, എനിക്കിതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഈ ഷോയിൽ വന്നു, എനിക്ക് നേടേണ്ടതൊക്കെ ഞാൻ നേടി, ഇനി അതൊന്നും എനിക്ക് വിഷയമല്ല എന്നുള്ള രീതിയിലുള്ള നെവിൻ്റെ ആ ഷോയെ വാല്യൂ ചെയ്യാതെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ബിഗ് ബോസിന് അതൃപ്തി തോന്നിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇതിനെ കുത്തിപ്പൊക്കി അവിടെ നിർത്തിയത്. ആ സമയത്ത് ആദിലയും നൂറയും ചിലപ്പോൾ നെവിൻ സോറി പറഞ്ഞങ്ങ് ഇരിക്കുന്നേനെ, പക്ഷെ ആദിലയും നൂറയും നെവിന്റെ ഡയലോഗിൽ കയറി അങ്ങ് പിടിച്ചു. അതുകൊണ്ടാണ് അവരിതിലെ ഗെയിം ചേഞ്ചർ ആവണമെന്നു എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഇന്ന് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നില്ല 1% പോലും ഈ പുറത്തു പോയതിൽ നെവിൻ ഒരു സഹതാപം അർഹിക്കുന്നുണ്ടെന്ന്. ഇത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയ വിധിയാണ്. അദ്ദേഹത്തിന് മനുഷ്യന് ഈഗോയോ അഹങ്കാരമോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇത്തരം പൊട്ട തീരുമാനങ്ങൾ എടുക്കാൻ തോന്നും. ഉള്ള കാര്യം പറയാം, അടിപൊളി പ്ലെയർ ആയിരുന്നു. പേഴ്സണലി എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് കാണിച്ച കാര്യം ലോക പൊട്ടത്തരം.